ഹായ് ഓൾ. കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിലെ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ബൈ സിംപ്സൺസ് 1/3 റൂൾ എന്ന പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് രണ്ട് ടൈപ്പ് മെത്തേഡാണുള്ളത്. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ്, മറ്റൊന്ന് ന്യൂമറിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ഫോർമുലാസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇൻ്റഗ്രൽ സോൾവ് ചെയ്യും. ദെൻ അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന് വാല്യൂറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ സിമ്പിളായിട്ടുള്ള അരിത്മെറ്റിക് സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യും. I is equal to integral a to b y dx എന്നൊരു ഇൻ്റഗ്രലാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ എ ടു ബി എന്നുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ n സബ് ഇൻ്റർവെല്ലാക്കി ഡിവൈഡ് ചെയ്യും. ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് h ആയിരിക്കും. അങ്ങനെ എ മുതൽ ബി വരെയുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ x0, x1, x2 അങ്ങനെ xn വരെ ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്തു. ദെൻ I is equal to integral x0 to xn y dx. ദെൻ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I is equal to integral x0 to xn y0 plus p delta y0 plus p into p minus 1/2 delta square y0 plus p into p minus 1 into p minus 2/6 delta cube y0 plus etc. plus അങ്ങനെ പോകും. Then we have x is equal to x plus ph. Then dx is equal to h dp. അത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I is equal to h into integral 0 to n y0 plus p delta y0 plus p into p minus 1/2 delta square y0 plus p into p minus 1 into p minus 2/6 delta cube y0 plus etc. plus dp എന്ന് കിട്ടും. ദെൻ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ I is equal integral x0 to xn y dx is equal to nh y0 plus n/2 delta y0 plus n into 2n minus 3 by 12 delta square y0 plus n into n minus 2 square by 24 delta cube y0 etc. plus എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ആ ഫോർമുലയിൽ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ കിട്ടും. ദെൻ 2 കൊടുത്താൽ സിംപ്സൺ 1/3 റൂൾ, ആൻഡ് 3 കൊടുക്കുമ്പം സിംപ്സൺസ് 3/8 റൂൾസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കിവിടെ ആവശ്യമുള്ളത് സിംപ്സൺസ് 1/3 റൂളാണ്. ദെൻ ദിസ് റൂൾ ഇസ് ഒബ്റ്റൈൻഡ് ബൈ പുട്ടിംഗ് n is equal to 2 ഇൻ ദി പ്രീവിയസ് ഇക്വേഷൻ. ദെൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x0 to x2 y dx is equal to 2 into h into y0 plus delta y0 plus 1/6 delta square y0 plus ഒരുപാട് ഹയർ ഡിഗ്രി ടേംസ് ഉണ്ടാവും. ആ ഹയർ ഓർഡർ ടേംസ് എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ദെൻ വിച്ച് ഈസ് ഈക്വൽസ് ടു h/3 y0 plus 4y1 plus y2. ദെൻ സിമിലർലി x2 to x4 എന്നുള്ള ഇൻ്റർവൽ കൺസിഡർ ചെയ്താൽ x2 to x4 ഇൻ്റർവൽ y dx is equal to h/3 y2 plus 4y3 plus y4. then next interval x5 to x6 intervalil h/3 y4 plus 4y5 plus y6 എന്ന് കിട്ടും. then ഈ ഓരോ സബ് ഇൻ്റർവെല്ലിനെയും ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഹോൾ ഇൻ്റർവെല്ലിൽ x0 to xn കിട്ടും. then xn-2 to xn ഇൻ്റർവെല്ലിൽ നമുക്ക് h/3 yn-2 plus yn-1 plus yn കിട്ടും. അപ്പോൾ നമ്മുടെ ഈ എ ടു ബി ഇൻ്റർവെല്ലിൽ ഉള്ള സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി ഈ എല്ലാ സബ് ഇൻ്റർവെല്ലിലും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ x0 to xn y dx is equal to h/3 y0 plus 4 into y1 plus y3 plus y5. അതായത് ഓഡ് ടേംസ് എല്ലാം ഇൻറ്റു 4 ചെയ്യണം. കാരണം മുമ്പുള്ള ഇക്വേഷൻ നോക്കിയാൽ 4y3 4yn-1 4y1 എന്നൊക്കെ കാണാം. ദെൻ ഓഡ് ടേമിനെ എല്ലാം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ഈവൻ ടേമിനെ എല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് yn. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
the division of the whole range into a even number of sub interval of width h. അതായത് നമുക്കിപ്പം ഒരു 0 to 1 ഇൻ്റർവെല്ലാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ഈവൻ നമ്പർ ഓഫ് സബ് ഇൻ്റർവെല്ലാക്കിയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് അൽഗോരിതം ഓഫ് ദ പ്രോഗ്രാം നോക്കാം. ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ എഫ് ഓഫ് എക്സ്. നമുക്ക് ഏത് ഫംഗ്ഷനെയാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അതിനെ ഡിഫൈൻ ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 റീഡ് എ ബി എൻ. അതായത് എ എന്ന് വെച്ചാൽ ലോവർ ലിമിറ്റാണ്, ബി അപ്പർ ലിമിറ്റാണ്, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റെപ്പാണ്. ഇതെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ദെൻ എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. എച്ചിനെ ഡിഫൈൻ ചെയ്തു. ദെൻ ഒരു എം ടി ലിസ്റ്റ് വൈ ക്രിയേറ്റ് ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു എ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ മുതലാണ് നമ്മൾ നമ്മുടെ ഐട്രേഷൻ തുടങ്ങുന്നത്, അത് സെറ്റ് ചെയ്യുക. ദെൻ വൈൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എക്സ് എന്ന് വെച്ചാൽ എക്സ് അപ്പർ ലിമിറ്റിനേക്കാളും കുറവാകുന്നത് വരെയാണ് നമ്മുടെ ഐട്രേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്. അതായത് ഓരോ സ്റ്റെപ്പിലും ഒരു എച്ച്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആയി ഓരോരോ സ്റ്റെപ്പിലും അപ്ഡേറ്റ് ചെയ്ത് പോകണം. ദെൻ സ്റ്റെപ്പ് 8 അപ്പൻഡ് എഫ് ഓഫ് എക്സ് ഓൺ ദ ലിസ്റ്റ് വൈ. വൈ എന്നുള്ള ലിസ്റ്റിൽ എഫ് ഓഫ് എക്സിനെ അപ്പൻഡ് ചെയ്യും. അപ്പൻഡ് എന്ന് വെച്ചാൽ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഒരു ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നതിനാണ് അപ്പൻഡ് എന്ന് പറയുക. അപ്പം നമ്മൾ ലിസ്റ്റിലേക്ക് എഫ് ഓഫ് എക്സിനെ അപ്പൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദി സ്റ്റെപ്പ് 7 വി ഡിഫൈൻ ദി സിംപ്സൺസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ബൈ സിംപ്സൺസ്, ദാറ്റ് ഈസ് എച്ച് ബൈ 3 ഇൻറ്റു y0, y ഓഫ് 0. അതായത് y ഓഫ് ആ ഇൻഡെക്സിങ് ആണ് 0 കാട്ടുന്നത്. y ഓഫ് 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ്, ദെൻ പ്ലസ് y ഓഫ് -1 ലാസ്റ്റ് എലമെൻറ്റ്, ദെൻ 4 ഇൻറ്റു സം ഓഫ് y. വൈയിലെ എലമെൻറ്റ്സിൻ്റെ സമ്മാണ് ഫ്രം 1 ഫസ്റ്റ് ഇൻഡെക്സ് ഉള്ള എലമെൻറ്റ്, അതായത് സെക്കൻഡ് എലമെൻറ്റ് മുതൽ 1 ടു -1. -1 എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണ്. ഫസ്റ്റ് എലമെൻറ്റ് മുതൽ ലാസ്റ്റ് എലമെൻറ്റ് വരെയുള്ള അതിൽ ഇപ്പം നമ്മൾ സം എടുക്കുന്നത് ഈ സെക്കൻഡ് എലമെൻറ്റ് മുതൽ ലാസ്റ്റ് എലമെൻറ്റ് വരെയാണ്. ദെൻ ആ 2 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ആണ്. 2 സ്റ്റെപ്പ് സൈസ് എന്ന് വെച്ചാൽ 1 ഇടവിട്ട്, അതായത് ഓഡ് ഇൻഡെക്സ് ഉള്ള എലമെൻറ്റ്സിൻ്റെ സമ്മാണ് അത്. ദെൻ പ്ലസ് 2 ഇൻറ്റു സം ഓഫ് y 2 ടു -1, അതായത് തേർഡ് എലമെൻറ്റ് മുതൽ അവസാന ലാസ്റ്റ് എലമെൻറ്റ് വരെ വിത്ത് സ്റ്റെപ്പ് സൈസ് 2. അതായത് തേർഡ് എലമെൻറ്റ് മുതൽ അവസാന എലമെൻറ്റ് വരെ, അതായത് 2 ഇൻറ്റു സം ഓഫ് ദി ഈവൻ ഇൻഡെക്സ് ഉള്ള എലമെൻറ്റിൻ്റെ സമ്മാണത്. അതായത് നേരത്തെ നമ്മൾ ആ തിയറിയിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. അങ്ങനെ സിംപ്സണിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ സ്റ്റെപ്പ് 8 പ്രിൻറ്റ് ഇൻ്റഗ്രൽ യൂസിങ് സിംപ്സൺ റൂൾ ആൻഡ് പ്രോഗ്രാം ഈസ് സ്റ്റോപ്പ്ഡ്. ഇതാണ് അൽഗോരിതം. ഇതാണ് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുന്ന കാര്യം. ദെൻ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. ഫ്രം മാത്ത് ഇമ്പോർട്ട്, അതായത് ഈ മാത്ത് എന്ന മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ല മാത്തമാറ്റിക്കൽ ആരിത്മെറ്റിക് എല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫ്രം മാത്ത് ഇമ്പോർട്ട്, അതായത് മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ഫസ്റ്റ് ഡിഫൈൻ എഫ് ഓഫ് എക്സ്. 1/1+x എന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ എ ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ ലോവർ ലിമിറ്റ് എ. ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതിന് ഫ്ലോട്ട്, അതായത് അതിനെ ദശാംശമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഫ്ലോട്ട് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ. ദെൻ ഇൻപുട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇൻപുട്ട് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ദെൻ ബിയും അതുപോലെ തന്നെ. ദെൻ എൻ്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇതെല്ലാം കൊടുക്കുക. ദെൻ എച്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ഫ്ലോട്ട് എന്നാണ്. ദെൻ വൈ ഇസ് ഈക്വൽ ടു നൾ ലിസ്റ്റ്, ഒരു നൾ ലിസ്റ്റ് ഡിഫൈൻ ചെയ്തു. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സിനെ ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ വൈൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് ബിയേക്കാൾ ചെറുതാകുമ്പം വൈ ഡോട്ട് അപ്പൻഡ് എഫ് ഓഫ് എക്സ്. ആ വൈ എന്നുള്ള ലിസ്റ്റിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ അപ്പൻഡ് ചെയ്തുകൊണ്ട് അത് വലിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച്. അതായത് എക്സ് പ്ലസ് എച്ച് ആകുന്ന സമയത്ത് ഓരോ തവണയും എക്സ് ഇപ്പം നമ്മുടെ എച്ച് 0.1ഉം എ 0 ആണെങ്കിൽ
എഫ് ഓഫ് 0.1, എഫ് ഓഫ് 0.2, എഫ് ഓഫ് 0.3 അങ്ങനെ നമ്മുടെ അപ്പർ ലിമിറ്റ് വരെ കിട്ടുന്ന വാല്യൂസ് ആണ് പൈ എന്ന നൾ ലിസ്റ്റിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു ലിസ്റ്റ് കിട്ടും. ദെൻ ആ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സിംപ്സൺ റൂൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ സിംപ്സൺ, അതായത് നമ്മുടെ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ബൈ സിംപ്സൺ മെത്തേഡാണ്. ദെൻ h/3 is equal to y of 0 plus y of -1 plus 4 into sum of y 1 minus 1 2 plus നേരത്തെ പറഞ്ഞത് തന്നെ പ്ലസ് 2 into sum of y of 2 into -2 with the step size 2. അപ്പോൾ നമുക്ക് സിംപ്സൺ ആ ഒരു വേരിയേഷൻ അവിടെ നടന്നു. ദെൻ അത് പ്രിന്റ് ചെയ്യാൻ ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇൻ സിംപ്സൺ മെത്തേഡ് ഈക്വൽ ടു പെർസെൻറ്റേജ് 6.6f. അതായത് ആ 6.6 എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റഡ് പ്രിൻറ്റിങ്ങിനുള്ള കമാൻഡാണ്. എഫ് ഫോർ ഫ്ലോട്ട് ആയിട്ടാണ് നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത്. ദെൻ 6.6 എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6.6f എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ 6.3f ഒരു എക്സാമ്പിൾ പറയാം. 6.3f ആണെങ്കിൽ ടോട്ടൽ 6 ഡെസിമൽ പോയിന്റ് ആണ് ഉണ്ടാവുക. അതായത് 6 പ്ലേസ് ആണ് ഉണ്ടാവുക. അതിൽ 3 ഫ്ലോട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 6.35 പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ 6.3f എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 0.350, അതായത് ടോട്ടൽ ഒരു 6 പ്ലേസും അതിലൊരു 3 ഡെസിമൽ പോയിന്റും ആയിട്ടാണ് പ്രിന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോർമാറ്റഡ് പ്രിന്റിങ്ങിനുള്ളൊരു ഇൻസ്ട്രക്ഷനാണത്. ദെൻ നമ്മുടെ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. എൻ്റർ ദ ലോവർ ലിമിറ്റ് a is equal to 0, എൻ്റർ ദ അപ്പർ ലിമിറ്റ് b is equal to 1. ദെൻ നമ്പർ ഓഫ് ദ സ്റ്റെപ്പ് 10 കൊടുത്തു. ദെൻ ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇൻ സിംപ്സൺ മെത്തേഡ് നമുക്ക് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ടിൽ ഞാൻ n കൂട്ടി കൊടുത്തു. അതായത് n കൂട്ടുന്ന സമയത്ത് h കുറയും. അതായത് ഇൻ്റർവെൽ കുറച്ചുകൂടെ നേരം ആവും മാക്സിമം. അതായത് സ്റ്റെപ്പ് കൂടും, അപ്പോൾ ഇൻ്റർവെൽ നേരം ആവും. ഇൻ്റർവെൽ നേരം ആവുന്നതിനനുസരിച്ച് നമ്മുടെ വാല്യൂ ആക്യുറേറ്റ് ആയി മാറും. അതാണ് കാണുന്നത്. നമ്മൾ n കൂട്ടുന്നതനുസരിച്ച് വാല്യൂ ആക്യുറേറ്റ് ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം സ്റ്റെപ്പ് സൈസ് കുറച്ചിട്ട് n കൂട്ടിയാൽ നമുക്ക് ആക്യുറേറ്റ് വാല്യൂ കിട്ടുമെന്ന് കാട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ ഓക്കെ, താങ്ക് യു.